ഹലോ. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടന്റെ എമ്പുരാന്റെ ടീസർ ഇറങ്ങിയിരിക്കുകയാണ് മക്കളെ. എമ്പുരാന്റെ ടീസർ ഇപ്പോൾ നീണ്ട കാത്തിരിപ്പായിരുന്നു. ഒരുപാട് നാളായിട്ട് എല്ലാരും കാത്ത് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു വമ്പൻ സംഭവത്തിന്റെ ടീസറാണ്. അപ്പൊ കണ്ടുനോക്കാം. ബോസ്റ്റൺ നോർത്ത് ഇറാഖ്. ലൈക്ക പ്രൊഡക്ഷൻ, ലൈക്കയുടെ ആദ്യത്തെ മലയാളത്തിൽ ആദ്യമായിട്ട് അവര് പ്രൊഡക്ഷൻ ചെയ്യുന്ന ഫസ്റ്റ് പടമാണ് എമ്പുരാൻ. ടൊവിനോ, ആശീർവാദ്. 25ാം സുവർണ ജൂബിലി ആഘോഷമായിരുന്നു. മഞ്ജു വാര്യറാണെന്ന് തോന്നുന്നു. ലാലേട്ടൻ വോയിസ് ഓവർ. വിഷ്വലൊക്കെ വമ്പൻ വിഷ്വൽ. ഇത് മലയാളപടം തന്നെ. ഇത് കണ്ടിട്ട് മലയാളപടം അല്ല, ഇത് ഒരു ഹോളിവുഡ് സ്റ്റഫ് വിഷ്വലൊക്കെ. ഓ, സ്റ്റീഫൻ നെടുമ്പള്ളി, ഇന്ദ്രജിത്ത്. എമ്പുരാനെ. വാഹ് മാൻ ഷോട്ട്. അബ്രഹാം ഖുറേഷി. മോനെ, തിയേറ്റർ കത്തിക്കും. ആന്റണി പെരുമ്പാവൂർ. ഇത് മലയാള പടം അല്ല, ഇത് ഹോളിവുഡ് പടം. മലയാള നടന്മാരെ വെച്ച് ചെയ്ത മലയാള പടമൊന്നും അല്ലത്. ഹോളിവുഡ് പടത്തിൽ മലയാള നടന്മാര്. വാ, പൃഥ്വിരാജ്. പൃഥ്വിരാജ്, ഗോപി. വെഡിയും പോകുകയും തന്നെ. ഡയറക്ടഡ് ബൈ പൃഥ്വിരാജ് സുകുമാരൻ. മ്യൂസിക് ദീപക് ദേവ്. ഇൻ തിയേറ്റേഴ്സ് മാർച്ച് 27. അപ്പൊ പൊളിച്ച് മക്കളെ, പൊളി ഐറ്റം. ഇത് തിയേറ്റർ കത്തിക്കും. ഞാൻ ഒരു പ്രതീക്ഷയില്ലാതെയാണ് ഈ പടം കാണുന്നത്. കാരണം കുറെ നാളായിട്ട് പൃഥ്വിരാജ് തന്നെ പറയുന്നു ചെറിയ പടം എന്ന് പറഞ്ഞ് പടത്തിന് ഹൈപ്പ് കയറ്റാതിരിക്കാൻ നോക്കണം. പക്ഷെ പടത്തിന് വമ്പ ഹൈപ്പാണ്. ഈ ഹൈപ്പ് കൂടുന്ന പടത്തിനൊക്കെ ഒരു വമ്പ പ്രശ്നമുണ്ട്. ആ എക്സ്പെക്ടേഷൻ ലെവലിൽ മീറ്റ് ചെയ്തില്ല അവിടെ. ആ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ എനിക്ക് ഇത് ഒരുപാട് നാളായിട്ട് ഇവര് ഹൈപ്പ് വരുന്നത് ഞാൻ ഒരു പ്രതീക്ഷയില്ലാതെ എന്റെ മനസ്സിൽ പടം പാടും എന്നുള്ള ഒരു മൈൻഡിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു പ്രതീക്ഷയില്ലാതെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ പടം സാറ്റിസ്ഫൈ തരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു പ്രതീക്ഷയൊന്നുമില്ല. പക്ഷെ ടീസർ കണ്ടിട്ട് അങ്ങനെ ഒന്നും വിചാരിക്കാൻ തോന്നുന്നില്ല. അതുപോലത്തെ ലെവൽ സാധനം, ഒരു രക്ഷയില്ല. വിഷ്വലൊക്കെ ഒരു രക്ഷയില്ല. പോളപ്പായിട്ട് ഒരു ഹോളിവുഡ് ലെവൽ മേക്കിങ്ങാണ്. പൈസ പൊട്ടിച്ചത് വെറുതെ ഒന്നല്ല കേട്ടോ. പടം പണ്ണാൻ അറിയുന്ന, പണി അറിഞ്ഞ് പണിയിട്ടുള്ള സാധനം തന്നെ. ടീസർ കണ്ടറിയാം. ഇത് മലയാള ഇൻഡസ്ട്രി സീൻ മാറ്റും, ഉറപ്പാണ്. മാർച്ച് 27 കത്തും എന്ന് പറഞ്ഞാൽ ചുമ്മാ ഉള്ള കത്തില് ആളി കത്തിയിരിക്കും. ലാലേട്ടനും പൃഥ്വിരാജും കൂടെ കത്തിക്കും. പോളി ഐറ്റം. കിഡിലം FDFS ഉറപ്പിച്ചോ. പോളി ഐറ്റം.